നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വാൽപ്പാറയിൽ 7 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറയിൽ 7 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശികളുടെ മകൻ നൂറിൻ ഇസ്ലാം ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 6:30 വേവർലി എസ്റ്റേറ്റിലാണ് സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. കുട്ടിയെ പുലി കടിച്ചെടുത്ത് കൊണ്ടുപോയി. കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കളും തഹസിൽദാരും അടക്കം അന്വേഷണം നടത്തുന്നതിനിടെ തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്നാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. മുഖത്തിന്റെ ഒരു ഭാഗമടക്കം പുലി കടിച്ചെടുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പുലി ഭക്ഷിച്ചു. ആളുകൾ തെരച്ചിൽ നടത്തുന്നതിന്റെ ശബ്ദം കേട്ട് പുലിക്കുട്ടിയെ ഉപേക്ഷിക്കരുതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പുലിയെ എത്രയും വേഗം പിടികൂടണമെന്ന് എസ്റ്റേറ്റ് തൊഴിലാളികൾ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു. മൃതദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോസ്റ്റ്മോർട്ടത്തിനായി വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. 1 മാസം മുമ്പ് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി കടിച്ചു കൊന്നിരുന്നു. ലൈഫ് മിഷൻ സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലേറെ വീടുകൾ പൂർത്തിയായി. മുഖ്യമന്ത്രി സ്വന്തം വീട് സ്വപ്നം മാത്രമായി കൊണ്ടു നടന്ന സംസ്ഥാനത്തെ 4,57,055 കുടുംബങ്ങൾക്ക് സ്വന്തമായ ഒരു വീട് നൽകുന്നതിന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ 50 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈഫ് പദ്ധതിയുടെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടത്തുന്നത് അറിയിച്ചിരുന്നു. തുടക്കത്തിൽ ഇത് അംഗീകരിക്കുകയും പിന്നീട് വീടുകൾക്ക് മുന്നിൽ ലോഗോ വെക്കണമെന്നുൾപ്പെടെ നിബന്ധനകൾ വെക്കുകയും ചെയ്തു. കേരളത്തിൽ പൂർത്തിയായ 4.5 ലക്ഷം വീടുകളുടെ മുന്നിൽ ലോഗോ വെച്ച് കുടുംബങ്ങളുടെ അഭിമാനബോധത്തെ വ്രണപ്പെടുത്തുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ലോഗോ അംഗീകരിക്കാതെ പണം തരില്ലെന്ന നിർബന്ധത്തിന് വഴങ്ങാനോ പദ്ധതി തുടക്കുന്നതിനോ സർക്കാർ തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് ലൈഫ് പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ വഹിക്കുന്നത്. അതിദരിദ്രമുക്ത കേരള പ്രഖ്യാപനം നവംബർ 1 നടക്കാനിരിക്കെ ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിതകർമ്മ സേന വഹിക്കുന്ന പങ്ക് സുതാര്യമാണെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ലഹരി മുക്ത കേരളം എന്ന ലക്ഷ്യവും നാം ഒന്നാകെ ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട ദൗത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5 കുടുംബങ്ങൾക്കുള്ള താക്കോൽ മുഖ്യമന്ത്രി വേദിയിൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത മുഖ്യാതിഥിയായി. VOCV വിപിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് K ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാട്ട് ചന്ദ്രൻ, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M പവിത്രൻ, C റജി, PK ഇന്ദിര, K ശശിധരൻ, മമ്പറം മാധവൻ, PP കൃഷ്ണൻ, A അനിൽകുമാർ, PK അനിൽകുമാർ, T അബ്ദുൽ ഖാദർ മാസ്റ്റർ, T ഭാസ്കരൻ, കൈപ്പച്ചേരി മുകുന്ദൻ, PM ജയചന്ദ്രൻ, PP പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ മാത്രം 10,000 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികൾ, ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന 78 പദ്ധതികൾക്കായി 5,700 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3,200 കോടി രൂപ 17 പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയത്. ഇതിനു പുറമെ നബാർഡ് ധനസഹായം വഴി 31 ആശുപത്രികൾക്കായി 450 കോടി രൂപയും നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 1,498 രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ ചെലവിട്ടത്. പൊതുജനങ്ങൾക്ക് സൗജന്യ മരുന്നുകൾ നൽകാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലൂടെ മാത്രം സംസ്ഥാനം ചെലവിട്ടത് 3,300 കോടിയോളം രൂപയാണ്. 42 ലക്ഷം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തതിന്റെ പരിണിതഫലമാണ് ഇതൊക്കെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി. രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ കമ്പനികളുടെ ആധിപത്യത്തിന് വഴിവെക്കുന്ന സമഗ്ര ഇൻഷുറൻസ് നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് സേലത്ത് വെച്ച് നടക്കുന്ന സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ 36ാമത് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സാമ്പത്തിക മേഖലയിൽ വൻതോതിൽ വിഭവ സമാഹരണം നടത്തുന്ന പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ ദുർബലപ്പെടുത്തുന്നതിന് നിർദ്ദിഷ്ട ഭേദഗതി വഴിവെക്കും. അതിനാൽ ഭേദഗതിക്കുള്ള നീക്കം പിൻവലിക്കണം.
ഒഴിവുള്ള ആയിരക്കണക്കിന് തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക. പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന നിർത്തിവെക്കുക. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് വി രമേശ്, ട്രഷറർ BS രവി എന്നിവർ സംസാരിച്ചു. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിന്നുമായി 500ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരവാഹികൾ പ്രസിഡന്റ് PP കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി V സുരേഷ്, ട്രഷറർ ജാനകി രാമൻ. കേരളത്തിൽ നിന്നും R പ്രീതി എറണാകുളം, ദീപക് വിശ്വനാഥ് തൃശൂർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും MK ഷിജു കോഴിക്കോട് ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വികസന പ്രവൃത്തികൾ 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് നടത്തിവരുന്ന നവീകരണ വികസന പ്രവർത്തനങ്ങൾ 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നടത്തിപ്പുകാരായ വാപ്കോ പ്രതിനിധികൾക്കും കരാർ ഏറ്റെടുത്ത HS ഒബ്രോയ പ്രതിനിധികൾക്കും നിർദ്ദേശം നൽകിയത്. പ്രവൃത്തി പൂർത്തീകരണത്തിനായി അധിക സമയം അനുവദിക്കില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ നിയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ പരിശോധിക്കുന്നതിനായി ഹൈ ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. ജീവനക്കാരുടെ ആഗീകരണ പ്രക്രിയ നടപടിക്രമങ്ങൾ 3 മാസത്തിനകം പൂർത്തീകരിക്കും. പ്രത്യേക എമർജൻസി ആൻഡ് ട്രോമ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനും നടപടിക്രമങ്ങൾ അടിയന്തിരമായി പൂർത്തിയാക്കാനും വാപ്കോസിന് നിർദ്ദേശം നൽകി. ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി സെപ്റ്റംബർ മാസം ആരംഭിക്കുമെന്നും ഇൻകെൽ പ്രതിനിധിക്കുന്നതുമായി മുമ്പേ അറിയിച്ചു. പ്രവൃത്തികൾ ആരംഭിച്ച പാരാമെഡിക്കൽ ഹോസ്റ്റൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ PWD പ്രതിനിധിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. MP ജിൻ MLA, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KP ഷിബോ ദാമോദരൻ, സൂപ്രണ്ട് ഡോക്ടർ KP ശ്രുതി, ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC സജി, മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ഡോക്ടർ DK മനോജ്, ഡോക്ടർ DK വിമൽ റോമൻ, RO ഇൻചാർജ് ഡോക്ടർ KP മനോജ് കുമാർ, നിർമ്മാണ നവീകരണ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത PWD വഖ്ഫ് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭ പരിധിയിലെ 27 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തലശ്ശേരി നഗരസഭയിലെ 27 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ അധ്യക്ഷനായി. റോഡുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വാർഡ് കൗൺസിലർമാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ തലശ്ശേരി മണ്ഡലത്തിൽ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ, തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ജയരാജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C സോമൻ, നഗരസഭ TV റാഷിദ ടീച്ചർ, തലശ്ശേരി നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, കാത്താണ്ടി റസാഖ്, V സതി, അഡ്വക്കേറ്റ് നിഷാദ്, MP അരവിന്ദാക്ഷൻ, CKP മമ്മു, ഹരിദാസൻ, K വിനിരാജ്, VP മുസ്തഫ, വളോറ നാരായണൻ, ജോർജ് പീറ്റർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ മിന്നൽ പരിശോധന. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയെ തുടർന്ന് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തി. പരാതിയെക്കുറിച്ച് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയാണ് വാരം UP സ്കൂളിലെ അധ്യാപകരായ അഞ്ജു, ശുഭ, അർജുൻ എന്നിവർ മന്ത്രി നേരിട്ട് കണ്ട് തങ്ങളുടെ നിയമനം 8 വർഷത്തോളമായി തടഞ്ഞുവെച്ചതായി പരാതിപ്പെട്ടത്. തുടർന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോടൊപ്പം ഉടൻ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ തേടി. 2017 മുതൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ശുഭയും 2018 മുതൽ ജോലി ചെയ്യുന്ന അഞ്ജു, അർജുൻ എന്നിവരും നിയമന പ്രശ്നം കാരണം ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. റബ്കോ റീറ്റെയിൽസ് വിൽപ്പന ഷോറൂം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലുള്ള വേറ്റുമ്മലിൽ റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽസ് വിൽപ്പന ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു.
നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. നിയമസഭകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും റെപ്കോയുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും റെപ്കോയോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. റബ്ബർ കർഷകരെ സഹായിക്കുവാൻ തുടങ്ങിയ പ്രസ്ഥാനം ഗുണമേന്മ കൊണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കോർപ്പറേറ്റുകളെ വെല്ലുന്ന രീതിയിൽ ബഹുദൂരം സഞ്ചരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. റെപ്കോ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനുമായി 5000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഷോറൂമാണ് വേറ്റുമലിൽ ഇരുനിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ EMI ഫിനാൻസിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. റെപ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി. സ്ലീപ്പ് ഹെവൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കേരള ഹോസ്പിറ്റൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് MC പവിത്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ആദ്യ വിൽപ്പന നടത്തി. റെപ്കോ ഗ്രൂപ്പ് ഡയറക്ടർ K ധനഞ്ജയൻ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BP സനിൽ, കോട്ടയം ഗ്രാമപഞ്ചായത്ത് അംഗം AP ദിവിലാൽ, റെപ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മോൺസൺ ജോസഫ്, വടക്കുംപാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ടീച്ചർ, വേറ്റുമൽ ജുമാ മസ്ജിദ് സെക്രട്ടറി VP റമീസ്, വേറ്റുമൽ ഗണപതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാഗ്, സംഘാടക സമിതി ചെയർമാൻ KV പവിത്രൻ, കൺവീനർ P അജിത്, ഫാക്ടറി മാനേജർ KC ശ്രീജേഷ്, സജീവ് മാറോളി, അഡ്വക്കേറ്റ് നിഷാദ് ബഷീർ ചെറിയാണ്ടി, പത്മിനി ടീച്ചർ, PK പ്രവീൺ എന്നിവർ പങ്കെടുത്തു. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചത് കേരളത്തിനെ ഗുരുതരമായി ബാധിക്കും. പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കും മുഖ്യമന്ത്രി. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിനും പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടി എന്ന് കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവേ നമ്പർ അടിസ്ഥാനത്തിലുള്ള അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വിള ഭൂപടവും കണ്ണൂർ ജില്ലയുടെ പുതുക്കിയ ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം LR വെബ്സൈറ്റ് എന്നിവയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. അമേരിക്കയുടെ നടപടി കേരളത്തിൽ നിന്നുമുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക. കശുവണ്ടി, അരി, പച്ചക്കറികൾ, സംസ്കരിച്ച പഴം, ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ 20%-ലധികം പോകുന്നത് അമേരിക്കയിലേക്കാണ്. രാജ്യത്തെ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുള്ള സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും അധിക ചുങ്കത്തിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടേരി മുദ്ര പദ്ധതി മറ്റ് വിദ്യാലയങ്ങൾക്ക് വഴികാട്ടിയാക്കും. മന്ത്രി V ശിവൻകുട്ടി. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കിയ മുദ്ര എന്ന മാതൃകാപരമായ പദ്ധതി കേരളത്തിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും ഒരു വഴികാട്ടിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മുദ്ര പദ്ധതിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 3 നില കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2017 മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സമീപത്തെ 14 വിദ്യാലയങ്ങളും ചേർന്ന് മുദ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടത്. KK രാകേഷ് MP ആയിരുന്നു. അപ്പോഴാണ് 55 കോടിയിലധികം രൂപയുടെ ധനസഹായത്തോടെ അന്നു മുതൽ ഇന്നുവരെ ഈ വിദ്യാലയങ്ങളുടെ വികസനത്തിനായി ഒട്ടേറെ പേർ അഹോരാത്രം പ്രയത്നിച്ചതായി മന്ത്രി പറഞ്ഞു. മുദ്ര വിദ്യാലയ ക്ലസ്റ്റർ വികസന പരിപാടിക്കായി CSR ഫണ്ടുകൾ, MP ഫണ്ടുകൾ, MLA ഫണ്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടുകൾ, സംസ്ഥാന സർക്കാരിന്റെ പ്ലാനിംഗ് ഫണ്ടുകൾ, മറ്റ് ഇതര ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബി മണ്ടയായ 3.25 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ 12 ക്ലാസ് റൂമുകൾ, 20 ടോയ്ലറ്റുകൾ, സ്റ്റേജ്, 2 ഗ്രീൻ റൂമുകൾ, വിശാലമായ ഹാൻഡ് വാഷ് ഏരിയ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയം രജിസ്ട്രേഷൻ, പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുൻ MP KK രാകേഷ് സന്നിധരായി. മുദ്ര ജനറൽ കൺവീനർ PP ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻമാർ PK സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK പങ്കുചാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗമായ P അഷ്റഫ്, DDE D ഷൈനി, SSK പ്രൊജക്ട് ഓഫീസർ EC വിനോദ്,
വിദ്യാകിരണം കോഓർഡിനേറ്റർ KC സുധീർ, സ്കൂൾ പ്രിൻസിപ്പൽ M മനോജ് കുമാർ, HM MK റംലത്ത് BV, PTA പ്രസിഡന്റ് CP അഷ്റഫ്, HMC ചെയർമാൻ PC ആസിഫ് എന്നിവർ സംസാരിച്ചു. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കും. മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ആദ്യഘട്ട ഉദ്ഘാടനം ഡിസംബറിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമായ തൊഴിലാളികളെ ഉറപ്പുവരുത്തി നവംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആയുർവേദത്തിന്റെ സമഗ്ര വികസനത്തിന്, അമൂല്യമായ ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും സംസ്ഥാന വികസനത്തിന് ആയുർവേദത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുമാണ് 311 ഏക്കറിൽ ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. നിർമ്മാണ പ്രവർത്തന അവലോകന യോഗത്തിൽ KK ശൈലജ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഷംസുദ്ദീൻ, ആയുഷ് മിഷൻ MD ഡോക്ടർ സജിത് ബാബു, ARIA സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ V രാജ്മോഹൻ, ആയുഷ് മിഷൻ ജില്ലാ DPA ഡോക്ടർ അജിത് കുമാർ, സയന്റിഫിക് ഓഫീസർ ഡോക്ടർ R മനോജ്, അസിസ്റ്റന്റ് സയന്റിഫിക് ഓഫീസർ CK ഹേമചന്ദ്രൻ, കരാർ കമ്പനി പ്രതിനിധികൾ, SMB പ്രതിനിധികൾ, കിറ്റ്കോ പ്രതിനിധികൾ, കിഫ്ബി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.